അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ തന്നെ ത്രിത്വത്തിന് ഭയങ്കര സന്തോഷമായി. ഇതാണ് ത്രിത്വത്തിൻ്റെ വലിയ ആഗ്രഹം. പിതാവും ഈശോയും ആഗ്രഹിക്കുന്നത് ദൈവം നമ്മളിൽ വസിക്കുന്നുണ്ടെന്നും പരിശുദ്ധാത്മാവും പിതാവും ഇതൊന്നും ഇങ്ങോട്ട് വരണേ വരണേ എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമ്മളിൽ വസിക്കുന്ന ദൈവത്തോട് കുർബാനയിൽ ഉള്ള ആ എപ്പിക്ലെസിസിൽ വരാൻ പ്രാർത്ഥിക്കുന്നത് കുർബാനയിൽ പ്രാർത്ഥിക്കുന്നു. ദാറ്റ് ഈസ് കറക്റ്റ്. പക്ഷേ ആ പ്രാർത്ഥന ആ കുർബാനയുടെ കൗദാശിക പ്രവൃത്തിയിൽ നടത്തുന്നതിന് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പറയുകയാണ്. മാമോദീസായിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ എഴുന്നള്ളി വന്ന് കഴിഞ്ഞിരിക്കുന്നു. അത് കുറച്ച് ദിവസത്തേക്കാണോ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നേക്കുമായിട്ട്. അതൊരിക്കലും നമ്മളെ വിട്ടു പോകുകയില്ല. എത്ര വലിയ പാപം ചെയ്താലും വിട്ടു പോകില്ല. കാരണം എന്തിനാണ്? എന്താ പരിശുദ്ധാത്മാവിൻ്റെ പ്രധാന ഡ്യൂട്ടി? പാപിയെ വിശുദ്ധീകരിച്ച്, പാപബോധം കൊടുത്ത്, പശ്ചാത്താപം കൊടുത്ത്, വിശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് നയിക്കുക. ഇതാണ് പരിശുദ്ധാത്മ. അപ്പോൾ പിന്നെ പാപം ചെയ്യുന്ന നേരത്ത് പരിശുദ്ധാത്മാവ് വിട്ടുപോകുകയാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ നടക്കും? സിമ്പിൾ. ഇത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? ആ പിന്നെ എങ്ങനെയാണ് ഒരുപാട് പേര് ഇങ്ങനെ ചിന്തിക്കണത്? നീ പാപം ചെയ്യരുത്, പാപം ചെയ്താൽ പരിശുദ്ധാത്മാവ് നിന്നെ വിട്ടു പോകുമെന്ന് അറിഞ്ഞൂടെ എന്ന്. പാപം ചെയ്യണമെന്നല്ല പറയണത്. പക്ഷേ അപ്പോൾ പിന്നെ ഈ ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കണ മാതിരിയല്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്താ? പാപം ചെയ്യുന്ന മനുഷ്യനിലേക്കാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് തന്നെ. ആരാ ഇവിടെ പാപം ചെയ്യാത്തവർ? ഈശോ തന്നെ പറഞ്ഞു, ആരാണ് നല്ലവൻ? എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിൽ നിന്നും അകന്നിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ വ്യക്തികളിലേക്ക് ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്നു. എന്തിനാ? അവനെ ദൈവമകനാക്കാൻ, അവനെ വിശുദ്ധീകരിക്കാൻ. പിന്നെ അവനിൽ പാപമില്ലെങ്കിൽ പിന്നെ വിശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ടോ അവനിൽ? എന്താ വിശുദ്ധീകരണം എന്ന് പറയുന്നത്? പാപത്തെ ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് ഞാനുമായി ഒരു പങ്കില്ല. അപ്പോൾ ആദ്യം നമ്മളിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വിവിധ പ്രവൃത്തികളാണ്. അതിനകത്ത് ആദ്യത്തെ പ്രവൃത്തി എന്താ? നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നു പരിശുദ്ധാത്മ. ഇപ്പം നമ്മളുടെ കുഞ്ഞാ. ആ കുഞ്ഞ് ചെളിയിൽ കിടന്ന് കളിച്ച് അവൻ ഓടി വന്നിരിക്കുന്നു. അയ്യോ നീ അഴുക്ക, നീ ഇങ്ങോട്ട് കയറണ്ട. ഇങ്ങനെയാണോ പറയണേ? വേഗം വാ, നിന്നെ ഞാൻ കഴുകി കുളിപ്പിച്ച് റെഡിയാക്കാം. കുളിപ്പിച്ച് കഴിയുമ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് ഉപയോഗിക്കുന്നു. നമ്മൾ ദൈവമക്കളാണ്. ഈ ദൈവമക്കളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ദൈവം ഇത്ര കഷ്ടപ്പെടുന്നത്? ഒരു മിനിറ്റ്, ഒരു വചനം വരുന്നു. ഇത് തൊട്ട് 16 കണ്ടു. നമ്മൾ 16:8 നമ്മൾ ഒരു ദിവസം പറഞ്ഞതാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രാരംഭ ധ്യാനമൊക്കെ കൂടാൻ പോയപ്പോൾ നമ്മൾ വാവിട്ട് കരഞ്ഞ് പശ്ചാത്തപിച്ച്. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നിക്കക്കളിയില്ലാത്ത മാതിരിയായി പോയില്ലേ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരികയല്ല. പരിശുദ്ധാത്മാവ് നമ്മളിലങ്ങ് സ്റ്റിറിങ് ആയപ്പോൾ നമുക്ക് പാപബോധമായി. കരഞ്ഞ് കുമ്പസാരിച്ചു, പശ്ചാത്താപമായി. പരിശുദ്ധാത്മാവ് അതിനു മുമ്പേ നമ്മളിലുണ്ടായിരുന്നല്ലോ. യെസ്. ഇതാണ് ഈ ത്രിത്വത്തിൻ്റെ വിസ്മയനീയത എന്ന് പറയുന്നത്. നമ്മളിനി അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ വിശ്വാസത്തിൽ ഇപ്പോഴും ഉണ്ടാകേണ്ട ഒരു മാറ്റം, പാപത്തിനാണോ ദൈവത്തിനാണോ ശക്തി? പറയും. ശക്തി. ദൈവത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട്, പാപത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട്?
അല്ലല്ല നമ്മൾ അവിടെയുള്ള ഒരു പോയിന്റ് ഇപ്പം ഈ 16:8 പറയുന്നത് എന്താണെന്നറിയാമോ? എന്താ പാപത്തെക്കുറിച്ച്, കാരണം അവർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ട്. അപ്പോൾ വിശ്വസിക്കായികയാണ് പ്രധാന പാപം. പരിശുദ്ധാത്മാവും കർത്താവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അതിനെക്കുറിച്ച് അറിവില്ല, അതിൽ വിശ്വാസമില്ല. അതാണ് ആദ്യത്തെ പാപം. ഓക്കെ, ഇത് ഇനി പരിശുദ്ധാത്മാവിനോട് തന്നെ ചോദിച്ച് നമ്മൾക്ക് കൺവിക്ഷൻ കിട്ടണം. അതാണ് മരിയ വിയാനിയൽ പുണ്യാളൻ്റെ അടുത്തേക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ ലൈൻ നിൽക്കുക കുമ്പസാരത്തിന്. എന്തുകൊണ്ടാണ്? മരിയ വിയാനി പറയുന്നത് ഇതാണ്: പാപം നശ്വരമാണ്, അത് മണൽത്തരി പോലെ, എന്നാൽ കൃപയോ അനന്തമാണ്, അത് 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 ആൽപ്സ് പർവ്വതം പോലെ. അതായത് നമ്മൾക്ക് എപ്പോഴും ഇതാ ജൂയിഷ് ഫരിസേയ മനോഭാവമാണത്. ഫരിസേയ മനോഭാവത്തിൽ പാപത്തെ പർവ്വതീകരിച്ച് കാണിക്കുകയാണ്. ഒരു നിയമത്തെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്, ഇതെല്ലാം. അപ്പോൾ അവർ കാണുന്നതെല്ലാം പാപമാണ്. എന്നാൽ ദൈവത്തെ കാണുന്നില്ല. ഇതാണ് ഇന്ന് ഈ ദൈവരാജ്യം പടരാത്തതിൻ്റെ കാരണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസം ഇവിടെ വന്നു. തോമാസ് ലീഹ വന്നിട്ട് തോമാസ് ലീഹയുടെ ആ വചനപ്രഘോഷണ ശൈലിയിൽ എന്തോ ഒരു വലിയ കോളിളക്കമുണ്ടായി. ഇപ്പോൾ പാലയൂർ ഞാൻ ധ്യാനിപ്പിച്ചപ്പോൾ, അവിടെ ആ കൺവെൻഷൻ ധ്യാനിപ്പിച്ചപ്പോൾ ഇവിടെ തോമാസ് ലീഹ വന്നു. അതിൻ്റെ പ്രധാന 2 ചിഹ്നങ്ങളാണ്: മുകളിൽ തങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികൾ, പിന്നെ ഒരു കുരിശ്. ഈ നമ്പൂതിരിമാരോട് പറഞ്ഞു, നിങ്ങൾ ആ വെള്ളം മുകളിലേക്ക് എറിയുമ്പോൾ, ഞാൻ വിശ്വസിക്കുന്ന യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടാണ് എറിയുന്നതെങ്കിൽ ആ വെള്ളം ഞാൻ എറിയുകയാണെങ്കിൽ മുകളിൽ തങ്ങി നിൽക്കും. ഇത് നമ്മുടെ മാമോദീസ ജലമായിട്ട് കണക്കാക്കണം. അപ്പോൾ അവിടെ നമ്മൾ ദൈവത്തിൻ്റെ ആ അത്ഭുതകരമായ ശക്തി നമ്മൾ നിലനിൽക്കുന്നു. സങ്കീർത്തനങ്ങളിൽ മുഴുവനും ഇതാണ് പഠിപ്പിക്കുന്നത്. അത്യുന്നതനായ ദൈവത്തെ കണ്ടോ, ആകാശത്തിന് മീതെ നിൽക്കുന്നു. ആകാശവും അതിൻ്റെ കീഴേ ഉള്ളതെല്ലാം സൃഷ്ടിയാണ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ സകല സൃഷ്ടികളുടെയും മുകളിലാണ് ദൈവത്തിൻ്റെ ശക്തി. ആ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നു. പിന്നെ നമ്മൾ ആരിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം? സൃഷ്ടിയിലോ സൃഷ്ടാവിലോ? ഇതിൻ്റെ ഒരു രഹസ്യം ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് പരിശുദ്ധ പിതാവ് ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട്. മനുഷ്യൻ്റെ സകല പാപത്തേക്കാൾ വലുതാണ് ദൈവം. ഇത് മനുഷ്യൻ്റെ എന്താ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഈശോനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എന്താ പറഞ്ഞത്? ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആർക്കാണ് ഇവിടെ ശക്തി? ഈ ലോകത്തിൻ്റെ പാപം മുഴുവനെയോ ആണോ ശക്തി, അതോ കുഞ്ഞാടിനാണോ ശക്തി? ഇതൊരു കുഞ്ഞാടാ. അപ്പോൾ നമ്മൾ സർവാധിപനാം കർത്താവ്, സർവാധിപന് പാപത്തിൻ്റെയും തിന്മയുടെ സകല ശക്തികളുടെയും മേൽ ആധിപത്യമുണ്ടോ ഇല്ലയോ? ഇങ്ങനെയൊന്ന് വിശ്വസിച്ചേ. അത് വിശ്വസിച്ചില്ലെങ്കിൽ അത് ബ്ലോക്കാവും. ഈ ബ്ലോക്ക് മാറ്റണ കാര്യങ്ങളാണ് ഈശോ പറഞ്ഞേക്കണത് മുഴുവൻ. നീ എത്ര വലിയ ബ്ലോക്ക് ഈ മല പോലെയാണെങ്കിലും നീ ഒരു വാക്ക് എൻ്റെ നാമത്തിൽ പറഞ്ഞാൽ അത് മാറിപ്പോകും. ഇപ്പം ഈശോൻ്റെ അടുത്ത് വന്ന ആളുകൾ ഇത് പെട്ടെന്ന് നമുക്കൊന്ന് ലൂക്ക എൻ്റെ മുമ്പിൽ അത് തന്നെ തുറന്നിരിക്കണം. ലൂക്ക 7
ഒരു പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വന്നു. പാപിനിക്ക് മോചനം 36 മുതൽ 7-ാം അധ്യായം 36 മുതൽ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഫരിസേയരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേയന്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു. അവനെ ക്ഷണിച്ച ആ ഫരിസേയർ ഇത് കണ്ട് സ്വാഗതമായി പറഞ്ഞു, ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയെന്നും അറിയുമായിരുന്നു. ഇവളൊരു പാപിനിയാണല്ലോ. യേശു അവനോട് പറഞ്ഞു, ശിമയോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഗുരു, അരുളി ചെയ്താലും എന്ന് അവൻ പറഞ്ഞു. ഒരു ഉത്തമവർണ്ണന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 ദനാറ കടപ്പെട്ടിരുന്നു. വീട്ടാൻ കഴിവില്ലാത്തത് കൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. ആ 2 പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശിമയോൻ മറുപടി പറഞ്ഞു, ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവനെന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമയോനോട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ. ഞാൻ നിന്റെ വീട്ടിൽ വന്ന് കാലു കഴുകാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണീരുകൊണ്ട് എൻ്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാൻ അവിടെ പ്രവേശിച്ചതു മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടെ ഇവിടെ ഇനി ഇത് പറയുന്നതിന് തൊട്ട് മുൻപ് ഇപ്പോൾ സ്നാപകൻ്റെ അടുത്തേക്ക് യേശു വരുന്ന ഒരു രംഗമൊന്ന് മനസ്സിൽ കാണുക. സ്നാപകയോഹന്നാൻ പാപികൾക്ക് മാമോദീസ സ്നാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ക്യൂവിൽ ആളുകളിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ യേശു അങ്ങ് കടന്നു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സീനൊന്ന് ഓർമ്മയിൽ കൊണ്ടുവരിക. അങ്ങനെ ഓരോരുത്തരെയും ശുദ്ധീകരണത്തിൻ്റെ അല്ലെങ്കിൽ മാമോദീസ സ്നാനം കൊടുത്തു. അപ്പോൾ ഈ ജലം വാസ്തവത്തിൽ ഒരു പാപജലമായി മാറിയിരിക്കുന്നു. ഈശോ അവിടെ വന്നിട്ട് പറയാണ്, എല്ലാ നീതിയും പൂർത്തിയാക്കാൻ വേണ്ടി എന്നെയും സ്നാനപ്പെടുത്തുക. അങ്ങെന്തായി പറയണത്? ഞാൻ അങ്ങിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ ഞാൻ എങ്ങനെ അങ്ങയെ സ്നാനപ്പെടുത്തുന്നത്? കണ്ടോ, ഈശോ പറയാണ്, ഇപ്പോൾ നീ ഇത് ചെയ്യുക. ഈ മനുഷ്യനായ പ്രവാചകനായ സ്നാപകനെ കൊണ്ട് യേശു സ്നാനപ്പെടുത്തിയിരിക്കുന്നു. വേറൊരു സ്ഥലത്ത് ഒരു പാപിനിയെ കൊണ്ട് യേശു അഭിഷേകം ചെയ്യിപ്പിച്ചിരിക്കുന്നു. അവൾ തൈലം കൊണ്ട് അവൻ്റെ തലയിൽ അഭിഷേകം ചെയ്തു. ഇവിടെ ഈ പാപജലത്തിൽ യേശു മുങ്ങിയപ്പോൾ യേശു മനുഷ്യൻ്റെ പാപത്തിൽ മുങ്ങിയതിന് ആരംഭമായി. മനുഷ്യൻ്റെ പാപത്തിൽ മുങ്ങുമ്പോൾ ആ പാപം കൊണ്ട് യേശുവിൻ്റെ വിശുദ്ധിയിൽ എന്തെങ്കിലും അശുദ്ധി വരുന്നുണ്ടോ?
മനസ്സിലാവുന്നുണ്ടോ? യേശുവിൻ്റെ സോഫ്റ്റ്വെയർ എന്താ വന്നേക്കണത്? പാപത്തെ ശുദ്ധീകരിക്കുന്ന സോഫ്റ്റ്വെയറാ. ആ സോഫ്റ്റ്വെയറിന് ബ്ലോക്ക് ആകുമോ? അപ്പോൾ നിന്റെ വിശ്വാസം പോലെ നിന്നെ ഭവിക്കട്ടെ. അപ്പം നമ്മൾ യേശു അതാണ്, നിന്റെ പാപം കടും ചുവപ്പാണെങ്കിലും. ഇപ്പോൾ ഇവിടെ ഒരു ദിവസം നമ്മൾ കുർബാനയ്ക്ക് ആ വായനയുടെ ഈ വചനത്തിൻ്റെ തൊട്ടപ്പുറത്ത് വെച്ച് നിർത്തി. ഏത്? ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു, കാളതൻ്റെ ഉടയവനെ. ഇതെല്ലാം വായിച്ച് 18 വരുമ്പോഴേക്കും എന്ത് വായിക്കും? വരുവിൻ നമുക്ക് രമ്യപ്പെടാം. അത് വായിച്ചില്ല. അതുകൂടി വായിക്കുമ്പോഴല്ലേ ആ കംപ്ലീറ്റ് കോണ്ടെക്സ്റ്റ് പൂർത്തിയാവുള്ളൂ. അപ്പം എനിക്കറിയില്ല, ഈ ഒരു സിദ്ധാന്തമാണ് ഈശോ പറയണ ഈ പഴയ തോൽക്കുടം. പാപത്തിന് മാമോദീസ സ്വീകരിച്ച ഒരു മനുഷ്യൻ്റെ അകത്ത് അല്ലേ, ഒരിക്കൽ നമ്മൾ കാറ്റഗിസം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പുതിയ ഇടത്തച്ഛനാ പറഞ്ഞത്, പന്നി പൊട്ടാസ് തിന്നാൽ എന്തുണ്ടാവും? പന്നി പൊട്ടാസ് എന്താ? ഈ ഏറുപടക്കം. പന്നി ഏറുപടക്കം തിന്നാൽ എന്തുണ്ടാവും? അങ്ങനെ എന്തോ ഒരു ഉദാഹരണം പറഞ്ഞിട്ട്, വാസ്തവത്തിൽ അതാണ് ആ മാമോദീസായിലൂടെ മുദ്രമാക്കപ്പെട്ട മുദ്ര ഒരിക്കലും മാഞ്ഞു പോകുകയില്ല എന്ന് പറയുമ്പോൾ നമ്മളിത് പറയാതിരിക്കണേ എന്തുകൊണ്ട്? ഇതൊക്കെ പറഞ്ഞ ആളുകൾ കൂടുതൽ പാപം ചെയ്യും എന്ന് പേടിച്ചിട്ടാണ് പറയാതിരിക്കണത്. ഇപ്പം ഞാനൊരു പറഞ്ഞില്ലേ, കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുന്ന ഒരു കൊച്ചിനോട് പറയാണ്, അങ്കിളെ ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ പാപം ചെയ്താൽ ഞാൻ ഉടനെ നരകത്തിൽ പോകുമോ? അപ്പോൾ അവനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കട്ടെ, ഇനി നീ വളരെ സീരിയസ് ആയിരിക്കണം. ഇനി നീ തെമ്മാടിത്തര കാണിച്ചു കഴിഞ്ഞാൽ കുർബാന സ്വീകരണം കഴിഞ്ഞ് നീ പാപം ചെയ്താൽ അപകടം, ഉടനെ നരകത്തിൽ പോകും. എന്തിനാ? അവനങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഉദ്ദേശത്തിലാണ്. പക്ഷേ ഇൻസിഡൻ്റലി അവൻ സ്വീകരിക്കുന്ന യേശുവിനെക്കുറിച്ച് എന്ത് ധാരണയിലാണ് ഇപ്പോൾ അവൻ സ്വീകരിക്കണത്? പറയും. എന്ത് ധാരണ? നമ്മളൊരു മാത്തമാറ്റിക്കൽ മാതിരിയാണ് ഈ പുസ്തകത്തെ കാണുന്നത്. സ്കൂളിൽ 1 1 2 2 2 4 എന്ന് പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായത്തിലല്ല ദൈവത്തിൻ്റെ വചനം കിടക്കണത്. ദൈവത്തിൻ്റെ കണക്ക് എങ്ങനെയാണ്? നമ്മൾ 2 2 4 എന്ന് പറയുമ്പോൾ കർത്താവ് പറയാണ് 99-നേക്കാളും 1-നേക്കാളും വലുതാണ് 99-നേക്കാളും വലുതാണ് 1 എന്നുള്ള കണക്കാണ്. 99-നെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് ഈ വഴിതെറ്റിപ്പോയ 1-നെ കണ്ടുകിട്ടുന്നത് വരെ പുറകെ പോകാത്തവൻ ആരുണ്ട്? നമ്മുടെ മക്കളാണെങ്കിലും നമ്മളെക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി അവന് വേണ്ടി രക്തം ചിന്തി മരിച്ച കർത്താവിനുണ്ടോ ഇല്ലയോ? പറയും. ഞാൻ ഒരുപാട് പേരെ ദൈവാനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. എന്തിന്? പൗലോസ്ലീഹ തന്നെ എന്താ പറയണത്? ഞാൻ പാപികളിൽ ഒന്നാമനാണ്. എനിവേ, ഇതെല്ലാം ഞാൻ പറയണത് പാപത്തെ നിങ്ങളങ്ങ് പാപത്തിൽ നിന്ന് ഓടി അകലണ്ടെന്നോ പാപത്തിനെ സ്വീകരിക്കണമെന്നല്ല പറയണത്. നമുക്ക് ഈ വ്യത്യാസം മനസ്സിലാകണം. ഈ വ്യത്യാസം ഇന്നും നമ്മൾ മനസ്സിലാക്കണമില്ല, മനസ്സിലാക്കാൻ പഠിപ്പിക്കണമില്ല. പിന്നെ എന്താ സുവിശേഷം? നമ്മൾ വീണ്ടും ഒരു ഫരിസേയനായിട്ട് ജീവിക്കണം എന്ന ക്രിസ്ത്യാനിയാണ് താനും. പക്ഷെ അതുകൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ അനുഭവം നമുക്കുണ്ടാവുന്നില്ല. അതാ പറഞ്ഞത്, നിന്റെ നീതി ഫരിസേയരുടെ മാതിരിയാണെങ്കിൽ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് പറയണത്. ദൈവരാജ്യമുണ്ട് എന്നാൽ അതിൽ പ്രവേശിച്ചിട്ടുണ്ടോ? അതിൽ പൂർണ്ണമായി പ്രവേശിച്ചിട്ടില്ല. എന്തുകൊണ്ട് പ്രവേശിച്ചിട്ടില്ല? നമ്മുടെ വിചാരം ഈ പാപത്തിന് ദൈവത്തെക്കാൾ കൂടുതൽ ശക്തിയുണ്ടെന്നാണ്. പാപത്തിന് ദൈവത്തെക്കാൾ കൂടുതൽ ശക്തി എന്ന് പറഞ്ഞാൽ പാപം ചെയ്തു കഴിയുമ്പോൾ ദൈവം ബ്ലോക്കായി.
പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ബ്ലോക്കായി. ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഇത് പറയാൻ ആർക്കും ധൈര്യമില്ല. എന്തുകൊണ്ട് ധൈര്യമില്ല? അങ്ങനെയല്ലല്ലോ നമ്മൾ കാറ്റഗിസത്തിൽ പഠിപ്പിച്ചേക്കണത്, അങ്ങനെയല്ലല്ലോ നമ്മുടെ അപ്പനമ്മയെ പഠിപ്പിച്ചേ. നീ കൊളരായത്തിന് ചെയ്താൽ നരകത്തിൽ പോകട്ടാ, നീ പാപം ചെയ്യുകയാണെങ്കിൽ നരകത്തിൽ പോകും, നന്മ ചെയ്യുകയാണെങ്കിൽ സ്വർഗത്തിൽ പോകും. നേരെ കിടക്കണ കണക്ക്. ഇതിൽ എന്താ പഠിപ്പിക്കാനുള്ളത്? പക്ഷെ ഇതാണോ ശുഭസന്ദേശം? ഇതാണോ സുവിശേഷം? സുവിശേഷം നിന്റെ പാപം കടും ചുവപ്പാണെങ്കിലും ഞാൻ പോയി നിനക്ക് വേണ്ടി സ്ഥലമൊരുക്കി ഞാൻ വന്ന് നിന്നെയും കൂട്ടി ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകും. ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, തോമസ് എഡിസൺ 3-ാം ക്ലാസ്സിൽ അവനെ ഗെറ്റ് ഔട്ട് അടിച്ച് പുറത്താക്കി ക്ലാസ്സിൽ നിന്ന്. എന്ത് പറഞ്ഞുകൊണ്ട്? അവൻ വിഡ്ഢിയാണെന്ന് പറഞ്ഞു. അവൻ വിഡ്ഢിയാണ്, നീ ഒരു വിഡ്ഢിയാണ്, നിന്നെ എൻ്റെ ക്ലാസ്സിൽ ഇരുത്തണ്ട, നീ പോയിക്കോ, ഇനി ഇങ്ങോട്ട് വരണ്ട, നിൻ്റെ പഠിപ്പ് നീ പഠിക്കാൻ കൊള്ളില്ല, ഒന്നും മനസ്സിലാവണില്ല. ബുദ്ധു നമ്പർ 1 വിഡ്ഢി. ഈ കൊച്ച് സ്ലേറ്റും പുസ്തകമായിട്ട് കരഞ്ഞ് കരഞ്ഞ് വീട്ടിൽ ചെന്ന് അമ്മ പറഞ്ഞു, എന്ത് പറ്റി മോനെ? എന്നെ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു വിട്ടു, ഡിസ്മിസ്ഡ് ബിക്കോസ് ഐ ആം എ ഫൂൾ, ടീച്ചർ സീസ്. വാട്ട്? എന്ത്? നിന്നൊരു ടീച്ചർ അങ്ങനെ പറഞ്ഞു? ഞാൻ അവളോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ പറഞ്ഞുകൊണ്ട് നീ ഒരു വിഡ്ഢിയല്ല, നീ ഏറ്റവും ജ്ഞാനിയായ ഒരുത്തനാണ്. ഹൗ ക്യാൻ ഷീ സേ ടു മൈ സൺ എന്ന് പറഞ്ഞുകൊണ്ട് അവളൊരു കൊടുങ്കാറ്റ് പോലെ അങ്ങ് ചെല്ലുകയാണ് ഇവനെ കൊണ്ട് ക്ലാസ് ടീച്ചറിൻ്റെ അടുത്തേക്ക്. ഹൂ ആർ യു ടു സേ ദാറ്റ് മൈ സൺ ഈസ് എ ഫൂൾ, ഹി ഈസ് ദ മോസ്റ്റ് ബ്രില്യൻറ്റ് ബോയ് എന്ന് പറഞ്ഞു. ചിലപ്പോൾ അവൻ വിഡ്ഢിയായിരുന്നിരിക്കാം, പക്ഷേ അമ്മ ഇതങ്ങ് പറഞ്ഞപ്പോൾ അവൻ്റെ സകല വിഡ്ഢിത്തരം പോയി. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഏതായാലും ഇനി നിൻ്റെ ക്ലാസ്സിൽ എൻ്റെ കുട്ടി പഠിക്കണ്ട, ഞാൻ പഠിപ്പിച്ചോളാം. അങ്ങനെ വിഡ്ഢിയാക്കി പുറത്തെറിഞ്ഞ ആ കൊച്ചാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സയൻറ്റിസ്റ്റായ തോമസ് ആൽവാ എഡിസൺ. അപ്പോൾ ആ അമ്മ ആ കൊച്ചിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നിരിക്കാം. നമ്മളും അമ്മമാർ പിള്ളേരെയൊക്കെ പ്രാർത്ഥിക്കാൻ നമ്മുടെ അടുത്ത് കൊണ്ട് ഇവൻ പറഞ്ഞ ഒന്നും കേൾക്കണില്ല, ഇവൻ പഠിച്ചിട്ട് നേരെ ആവണില്ല, ഇവനെ കൊണ്ട് ഒന്നും കഴിയില്ല, ബ്രദർ ഒന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചേ. ഇത് കേൾക്കുമ്പോൾ തന്നെ ആ കൊച്ചിൻ്റെ മുഖം കാണേണ്ടതാണ്, മനസ്സിലാവുന്നത്. ഞാൻ പറയുന്നത് എന്തോ ഒരു വിഡ്ഢിത്തരം പറഞ്ഞു. ഇവർ വരുമ്പോൾ തന്നെ ഞാൻ ഉടനെ ഇത് പറയാതിരിക്കാൻ വേണ്ടി ഉടനെ ഇങ്ങനെ കാരണം ഇവർ പറയാൻ പോണത് എനിക്കറിയാം. ഇതാണ് 3-4 കാര്യങ്ങൾ. ഇവന് പഠിക്കാൻ കൊള്ളൂല, ഇവൻ പറഞ്ഞാൽ കേൾക്കണില്ല, ഇവൻ ഭയങ്കര പൊട്ടയാണ്. ഇതൊരമ്മ പറയുമ്പോൾ തന്നെ അമ്മയുടെ മദർ ടങ്ക് അവൻ്റെ അകത്തേക്ക് അങ്ങ് കയറിയാണ്. അവനിൽ1000 നന്മ ഉണ്ടായിരിക്കും, അത് അമ്മ കാണുന്നില്ല. നമ്മൾ കാണുന്നതെല്ലാം ഒരു അല്പം പൊട്ടത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പർവ്വതീകരിച്ച് കാണുന്നു. അവൻ ചെയ്തിട്ടുള്ള 100 നന്മകളെ നമ്മൾ കാണുന്നില്ല. ഈശോ മലയിലെ പ്രസംഗത്തിന് പറഞ്ഞു, ബ്ലെസ്സഡ് ആർ യു, നിങ്ങൾ അനുഗ്രഹീതർ, ബ്ലെസ്സഡ് ആർ യു എന്നെല്ലാം പറഞ്ഞത് അവിടെ കൂടിയിരുന്ന വിശുദ്ധരായ മനുഷ്യരോടാണോ? ആരോടാ പറഞ്ഞത്? മാമോദീസ പോലും സ്വീകരിക്കാത്ത, ക്രിസ്ത്യാനിയാകാത്ത കുറേ വേശ്യകളും ചുങ്കക്കാരും പാവികളുടെയും ഒരു സമൂഹത്തിനോടാണ് ഈശോ പറയുന്നത്. എനിവേ, ഇപ്പം ഞാനിത് പറയണത് കൊണ്ട് എല്ലാവരും എന്തു വേണമെങ്കിലും ചെയ്ത് നടക്കാനുള്ള ലൈസൻസ് എന്ന ഉദ്ദേശത്തിലല്ല. അതാ ഇത് ഞാൻ പറയുമ്പോൾ അല്ല അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്നാണോ പറയണേ? അങ്ങനെയല്ല പറയണതിൻ്റെ അർത്ഥം. നമ്മൾ ഇങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം സർവാധിപതിയാണെന്നും ദൈവത്തിന് നമ്മുടെ പ്രവൃത്തികൾ ഒന്നും ബ്ലോക്കാക്കാൻ പറ്റില്ല. നമ്മൾ എന്തെല്ലാം ചെയ്താലും ദൈവത്തിൻ്റെ ശക്തി അതിനപ്പുറത്താണ്. ഇപ്പോൾ എന്താ, നിനവേയിലേക്ക് പോയ യോന ബ്ലോക്കാക്കിയില്ലേ പോക്ക്? എന്നിട്ട് പോയോ? ചെന്നെത്തിയോ ഇല്ലയോ? എങ്ങനെ കൊണ്ടുവന്നു? എന്ന മാതിരി നമ്മുടെ പ്രവൃത്തി മാനുഷികമാവും നശ്വരവും ആയ ഈ പ്രവൃത്തി അതാര് തന്നെ ചെയ്താലും അതിനപ്പുറം കടത്തിവെട്ടുന്ന സർവാധിപ ശക്തിയിൽ വിശ്വസിക്കുമ്പോൾ ആ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്.
അത് വിശ്വസിക്കുമ്പോൾ അത് പ്രവർത്തിക്കും. മറിച്ച് വിശ്വസിക്കുകയാണ്, ഓ കർത്താവിൻ്റെ പ്രവൃത്തി ഞാൻ ബ്ലോക്കാക്കി, കർത്താവിൻ്റെ പ്രവൃത്തി നമ്മൾ ബ്ലോക്കാക്കി. അപ്പോൾ പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് ആരാ? നമ്മളെക്കാൾ ചെറിയ ആളാണ് കർത്താവിൻ്റെ ശക്തി. നിന്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ, വിശ്വാസം പോലെ സംഭവിക്കണം. ഓ ഇതൊക്കെ പൂർവ്വശാപമാണ്, അതുകൊണ്ടായത് എങ്കിൽ അത് വിശ്വസിക്കുകയാണെങ്കിൽ അത് തന്നെ സംഭവിക്കും. മറിച്ച് മാമോദീസായിലൂടെ സകല പാപങ്ങളും സകല ശാപങ്ങളും കർത്താവ് മുറിച്ച് മാറ്റി ഞാനൊരു പുതിയ സൃഷ്ടിയായി കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കലൊരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വല്ലാതെ ആവണം, എന്താ എൻ്റെ അമ്മയ്ക്ക് ഒരുതരം വാദം ഉണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് പേടി, അതെനിക്ക് വരുമെന്നാ പേടി, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, അത് വരുമെന്നൊരു പേടി. കാരണം ഇങ്ങനെ പറയുന്നുണ്ട്, പൂർവ്വശാപം ഈ മാതാപിതാക്കൾക്കുള്ളതെല്ലാം നമ്മളിലേക്ക് പകരുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അവൾ കിടന്ന് വിറയ്ക്കാണ്. ഞാൻ പറഞ്ഞു, നീ ക്രിസ്ത്യാനിയാണോ? അപ്പോൾ എനിക്ക് അറിയണ പെണ്ണ, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നീ ഒരു ക്രിസ്ത്യാനിയാണോ? അതെന്താ ബ്രദർ അങ്ങനെ ചോദിക്കണേ? കാരണം നീ ഈ പറയണതൊന്നും യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നല്ല പറയുന്നത്. നീ ഒരു ക്രിസ്ത്യാനി ആയത് എങ്ങനെ? മാമോദീസ സ്വീകരിച്ച്. മാമോദീസയിൽ എന്ത് സംഭവിച്ചു? പിന്നെ അവൾ തിരിച്ചിരിക്കാൻ തുടങ്ങി. കാരണം അവൾ ഓരോന്നോരോന്ന് റിക്കളക്ട് ചെയ്യാൻ തുടങ്ങി. ഉത്ഭവഭാവം മാറി. നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കിയോ? പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ മാതാപിതാക്കളുടെ മകളല്ല നീ, ഇപ്പം നീ ദൈവത്തിൻ്റെ മകളായി മാറിയിരിക്കുന്നു. നീ എന്താ രക്തത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും ജനിച്ച നിന്നെ ആത്മാവിൽ ജനിച്ചവളാക്കി മാറ്റിയിരിക്കുന്നു. നിന്നെ പൂർണ്ണമായിട്ട് അവരുടെ എല്ലാത്തിൽ നിന്നും വിച്ഛേദിച്ചിരിക്കുന്നു. ആ അത് ശരിയാണല്ലോ, ഓ എനിക്ക് സമാധാനമായി, അത് ശരിയാണല്ലോ. അപ്പം ഞാൻ അമ്മയ്ക്കും ഉണ്ടായിരുന്ന ആ രോഗങ്ങളെക്കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല അല്ലേ? നീ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നീ വിഷമിച്ചിരിക്കും. മറിച്ച് നീ വിശ്വസിക്കുകയാണ് നിൻ്റെ അമ്മയ്ക്കുണ്ടായതെല്ലാം, അമ്മ വേറൊരു ഐഡൻറ്റിറ്റിയാണ്, നീ വേറൊരു ഐഡൻറ്റിറ്റിയാണ് കർത്താവിൻ്റെ കണ്ണിൽ. അപ്പം നമ്മളിവിടെ വേറൊരു വിശ്വാസം ഇതാണ്, എന്തെങ്കിലും സഹനം ഉണ്ടായിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് പൂർവ്വശാപ. ഞാൻ എൻ്റെ ബാംഗ്ലൂർ ജീസസ് യൂത്തിൻ്റെ പിള്ളേരെ ധ്യാനിപ്പിക്കുമ്പോൾ ഒരു കൊച്ചു വന്നിട്ട് പറയാണ്, എനിക്കറിഞ്ഞൂടെ, എനിക്കിത്തിരി ചെവിവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്ക് വിളിച്ച് പറഞ്ഞു. അമ്മ എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരാളെ വിളിച്ചൊന്ന് അന്വേഷിക്കട്ടെ, എന്താ നിൻ്റെ ചെവിവേദനയ്ക്ക്? എന്നിട്ട് പറഞ്ഞു ഇത് പൂർവ്വശാപമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്നിനെ മാതിരിയൊക്കെ പരിഹാരം ചെയ്യണമെന്നും പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് എഴുതി തന്നിരിക്കുകയാണ്. എവിടെയാണ് നമ്മുടെ വിശ്വാസം? നമ്മൾ പുതിയ തോൽക്കുടം പോയിട്ട് പഴയ തോൽക്കുടമല്ല, അതിനേക്കാളും എന്തെങ്കിലും വേറെ പഴയ തോൽക്കുടം ഉണ്ടെങ്കിൽ ആ അവസ്ഥയിലാണ് നമ്മുടെ അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പറയാൻ കാരണം എന്തുണ്ടായത്? ത്രിത്വൈക ദൈവം നമ്മളിൽ വസിക്കുമ്പോൾ, ത്രിത്വൈക ദൈവം നമ്മളിൽ വസിക്കുമ്പോൾ ആരുടെ ശക്തിയാണ് അവിടെ പ്രവർത്തിക്കണേ? കൃപയ്ക്കുമേൽ കൃപ ചൊരി എന്നിങ്ങോട്ട് വാ, ഓടി വാ, ഓടി വാ. കണ്ടോ, ദയിലേക്കു നയിക്കണമേ. ഇത് അന്ന് എഴുതിയേക്കണ പാട്ടാ. കണ്ടോ, ത്രിത്വത്തെക്കുറിച്ച്. എൻ പാപമലിനത. ഓക്കെ, അപ്പം എങ്ങനെയാ അതിൻ്റെ ആരംഭം? ഇല്ലില്ല, അതിൻ്റെ ശേഷം നിൻ കൃപാ സമുദ്രത്തിലെൻ പാപമലിനത കഴുകി തുടച്ചു നീക്കണമേ. കണ്ടോ, ഇത് വന്നത് നമ്മൾ കുർബാനയിൽ കൈ കഴുകണ ആ ഭാഗത്തിൽ നിന്നാണ് ഈ പാട്ടിൻ്റെ ഒറിജിൻ. എന്താണ് കുർബാനയിൽ കൈ കഴുകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത്?
ആ ഒന്ന് പറഞ്ഞ് കൃത്യമായിട്ടത് എങ്ങനെയാ? കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും മാലിന്യം കഴുകിക്കളയട്ടെ. കണ്ടോ, ആദ്യം സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകിക്കളയട്ടെ. അതിനുശേഷം അവിടുത്തെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം പോലും തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഇതൊന്നും നമ്മൾ പ്രാർത്ഥിക്കണില്ലേ സമയമില്ലാത്തതിൻ്റെ പേരിൽ? പക്ഷെ ഇത് എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ളൊരു കാര്യം. അത് സകലത്തിൻ്റെയും നാഥനിൻ്റെ കൃപാവരത്തിൽ ഞാൻ ആശ്രയിക്കണോ, അതോ എൻ്റെ പാപത്തെക്കുറിച്ച് കുറ്റബോധത്തിൽ നിൽക്കണോ? എന്നെ ഒന്നിനും കൊള്ളൂല, എനിക്ക് ഈ പാപമുള്ള ആയതുകൊണ്ട് എന്നെ കൃപയില്ല, ഞാൻ ബ്ലോക്കാ. സകലത്തിൻ്റെയും നാഥനായ ദൈവം, അതാണ് മരിയ വിയാനി, പാതിരിപ്പിയോ ഇങ്ങനെയുള്ളവരെല്ലാം വലിയ കുമ്പസാരക്കാരായതിൻ്റെ കാരണം. ഈ ഇടയ്ക്ക് എഴുതിയ പരിശുദ്ധ പിതാവിൻ്റെ സന്തോഷത്തിൻ്റെ സുവിശേഷം അല്ലേ, സുവിശേഷത്തിൻ്റെ സന്തോഷത്തിൽ എഴുതിയിരിക്കുന്ന ഒന്നാണ്, കുമ്പസാരക്കൂടൊരു പീഡനമുറിയാകരുത്. നമ്മളും ചെറുപ്പത്തിലെ കുമ്പസാരിക്കാൻ പോയിട്ട് അടി കിട്ടിയിട്ടുണ്ടില്ല ഇല്ലേ? അച്ഛൻ വഴക്ക് പറഞ്ഞ് കണ്ണ് പൊട്ടിച്ച് പിന്നെ നമുക്ക് അവിടെ കുമ്പസാരിക്കാൻ പോകാൻ തന്നെ പേടിയായിട്ടുണ്ട്. എന്തുകൊണ്ടാ? അതാണ് ഈ ഒരവസ്ഥ. സകലത്തിൻ്റെയും നാഥനായ, ഇപ്പോൾ ഈശോയുടെ അടുത്ത് വന്ന ആളുകളിൽ അതിനുശേഷം ഇപ്പോൾ മഗ്ദലന മറിയം നിന്ന് എത്ര പിശാചുക്കളെ പുറത്താക്കി, എത്ര വലിയ പാപിനിയായിരുന്നു, എന്നിട്ട് അവൾ ബ്ലോക്കായോ? ഉത്ഥാനം കഴിഞ്ഞിട്ട് അവളുടെ അടുത്തേക്കാണ് ഈശോ പോകുന്നത്. ഈശോ അവളോട് പറയുകയാണ്, നീ പോയി എൻ്റെ അപ്പസ്തോലന്മാരോട് പറയുക, എൻ്റെ സഹോദരന്മാരോട് പറയണ്ടോ. ജോൺ പോൾ പാപ്പ പറഞ്ഞു, ഷീ ബിക്കെയിം ദ അപ്പോസൽ ഓഫ് ദ അപ്പോസൽ എന്ന് പറഞ്ഞാൽ അവളോട് പറയാണ്, നീ പോയി എൻ്റെ സഹോദരരോട് പറയുക, അപ്പസ്തോലന്മാരോട് പറയാൻ. അവളെയാണ് അയച്ചത്. അവളെ ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം കണ്ടത്. അവൾ ഇത്രയും വലിയ പാപിനിയാണെങ്കിൽ അവൾ ബ്ലോക്കല്ലേ? അപ്പോൾ പാപം ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനെ ബ്ലോക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സർവാധിപത്യത്തിൽ സകലത്തിൻ്റെയും നാഥൻ എന്നുള്ള ആ തത്വത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല. പാപം നശ്വരമാണ്. വീണ്ടും ആ സങ്കീർത്തനം 18 ഒന്നാമത്തെ വചനം ഒന്ന് പാടിയേ. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണെൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും, എൻ്റെ പരിചയം രക്ഷാശൃംഗവും അഭയകേന്ദ്രവും. എന്തെല്ലാമാണത്. എന്നിട്ട് കുറെ കഴിയുമ്പോൾ പറയുകയാണ്, കാറ്റിൽ പറക്കുന്ന ധൂളി പോലെ ഞാൻ അവരെ പൊടിച്ചു, തെരുവിലെ ചെളി പോലെ കോരിക്കളഞ്ഞു. അത് നശ്വരമായ പാപത്തിൻ്റെ അവസ്ഥയാണ്. എന്നാൽ ദൈവമോ കണ്ടോ, അതാണ് സങ്കീർത്തനങ്ങളിലെല്ലാം ഉള്ള തീം ഇതാണ്. ആ 61-ാം സങ്കീർത്തനത്തിൽ എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ, എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. അങ്ങാണെന്റെ രക്ഷാകേന്ദ്രം,
ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം ഞാനങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. പെട്ടെന്ന് 35-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 2-3 വരി ഒന്ന് കേട്ടോ. 35. കർത്താവേ, എന്നിൽ കുറ്റമാരോപിക്കുന്നവന് അങ്ങ് കുറ്റമാരോപിക്കണമേ. എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ. കവചവും പരിചയം ധരിച്ച് എൻ്റെ സഹായത്തിന് വരണമേ. എന്നെ പിന്തുടരുന്നവരെ കുന്തമെടുത്ത് തടയണമേ. ഞാനാണ് നിന്റെ രക്ഷയെന്നെൻ്റെ പ്രാണനോടരുളി ചെയ്യണമേ. കണ്ടോ? എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ. ആരാണ് എന്നോട് പൊരുതുന്നത്? എൻ്റെ പാപം. ആ പാപത്തിനോട് എനിക്ക് സ്വയം പൊരുതി ജയിക്കാൻ പറ്റില്ല. അതല്ല ദൈവത്തിൻ്റെ പദ്ധതി. അവനോട് ദൈവം പൊരുതുന്നാണ് പറയണത്. എന്നെ പിന്തുടരുന്നവരെ. ആരാ എന്നെ പിന്തുടരുന്നത്? എൻ്റെ ദുസ്വഭാവങ്ങൾ വർഷങ്ങളായിട്ടും പോകുന്നില്ല. അത് ഞാൻ മാറ്റാൻ നോക്കിയിട്ടാണ് പോകാത്തത്. എന്നെ പിന്തുടരുന്നവരെ കുന്തമെടുത്ത് തടയ